ഇന്നത്തെ ഇത് വെച്ചിട്ട് ചെമ്മീനും ബ്രോക്ലിയാണ്. അപ്പൊ കുറച്ച് ബട്ടർ ഉണ്ട്, ഗാർലിക് ഉണ്ട്. അപ്പൊ ബട്ടർ ഗാർലിക് ചെമ്മീൻ വിത്ത് സം ബ്രോക്ലി. എന്തൊക്കെയാണ് സീമയുടെ ഇഷ്ട ഭക്ഷണം? ഭക്ഷണത്തെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം വല്ലോ കപ്പയോ ചക്കയോ ആണ്. നന്നായിട്ട് കുക്ക് ചെയ്യോ അതോ എങ്ങനെയാണ്? അത്യാവശ്യം കുക്ക് ചെയ്യും. കേരള ഭക്ഷണം, നാടൻ ഭക്ഷണമാണ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതെ അതെ അതെ. കാരണം ഇപ്പൊ എവിടെ നമ്മള് വിദേശത്തൊക്കെ ചെല്ലുമ്പോ ഇവിടുന്ന് എന്റെ ചേച്ചിയുടെ മോനൊക്കെ ഉണ്ട്, അവര് പറഞ്ഞു വിടും, ആന്റി അവിടെ ചെന്നിട്ട് ഇന്ന ഭക്ഷണം ടേസ്റ്റ് ചെയ്യണം, ഇന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ച് ചോദിക്കും, ആന്റി ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഏതൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് മറ്റേ ജംഷീറിന്റെ വീട്ടിൽ പോയപ്പോ അവിടെ കപ്പ വേവിച്ചതുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, ഇതാണ് പറയുന്നത്. അപ്പൊ ചോദിക്കും, ഇവിടെ ആന്റി കഴിക്കുന്നത് അത് തന്നെ, അവിടെ അത് തന്നെയാണല്ലോ കഴിക്കണേ. 35 വർഷത്തിനിടയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഇതേപോലെ സിനിമയുടെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ പോയി ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫുഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതെനിക്ക് ആ മെമ്മറി സാറിന്റെ എടുത്ത് വന്നപ്പോഴത്തേനുമാണ് ഇവിടെ. 2-3 വർഷം കഴിയുമ്പോ ആരെങ്കിലും ചോദിച്ചാൽ ഇതുവരെ ഉണ്ട് 35 ഇയേഴ്സിൽ വേറെ അല്ല. എന്നാന്നറിയോ, ഞാൻ അങ്ങനെ പോയിട്ട് പൊതുവെ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു വലിയ താല്പര്യം കാണിക്കുന്ന ആളല്ല. എവിടെ പോയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടും, എന്നിട്ട് പറ്റുമെങ്കിൽ അവിടെ അടുക്കള അങ്ങോട്ട് കയ്യിലോട്ട് എടുക്കും. കാരണം പണ്ട് ഒരു അമേരിക്കൻ ഷോയ്ക്ക് പോയപ്പം അന്ന് നെടുമുടി വേണുവേട്ടൻ, രാജീവ് സാറൊക്കെ ആയിരുന്നു. വാഷിങ്ടണിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ ലത ചേച്ചിയൊക്കെ വീട്, അവർക്ക് ജോലിക്ക് പോകണമല്ലോ, അവര് ജോലിക്ക് പോകും. അപ്പൊ ഞാൻ പയ്യെ അടുക്കളയിലോട്ട് കയറും. അപ്പം ഞാൻ ഇവർക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വേണുവേട്ടനും രാജീവ് സാറിനും ഒക്കെ കൊണ്ട് കൊടുക്കും. അപ്പം എവിടെ ചെന്നാലും ഞാൻ അവിടെ അടുക്കളയിലോട്ട് കയറും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കും. അപ്പം പിന്നെ സാറിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നൊന്നും സീറ്റ് കിട്ടിയില്ല. ഒരു ദിവസം എൻ്റെ മോൻ വെളിയിൽ പഠിക്കുക. അപ്പൊ അവൻ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഇന്നയാളുടെ മോനാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ആരെയൊക്കെ വിളിച്ച് സീറ്റൊക്കെ ഒപ്പിച്ച് അവസാനം എന്നെയും ചേച്ചിയും ചേട്ടനെയൊക്കെ കൂടെ റെസ്റ്റോറൻറ്റ് കൊണ്ടുവന്നു. അപ്പൊ സാറുണ്ടായിരുന്നില്ല അവിടെ. അന്ന് ഫിഷ് നിർവാണ കഴിച്ചു. പിന്നെ ഒരു ലോലിപ്പപ്പ്, അത് തന്നെ പുളിയിഞ്ചി അല്ലെ. അപ്പൊ എന്നോടത്ത് പറഞ്ഞു, അമ്മ അത് നല്ല ടേസ്റ്റ് ആണ്, ഇവിടെ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചു തന്നു. അങ്ങനെ മോൻ കുറച്ച് സംഭവം ഓർഡർ ചെയ്തിട്ട് അന്ന് എനിക്ക് മേടിച്ചു തന്നായിരുന്നു അവിടുന്ന്. ഇനി നമുക്ക് കുക്കിംഗ്. ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കാണ്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ്സ് മറിനേറ്റ് ചെയ്യുന്നു. ഈ ബട്ടറിൽ ഇത് ഗ്രില്ല് ചെയ്തിട്ട് ഇതിനോടൊപ്പം തന്നെ ഈ ബ്രോക്കലി ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഇപ്പോൾ ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ഒരു വേണം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ബട്ടറിനകത്ത് പ്രോൺസും വെജിറ്റബിൾ, അത് ബ്രോക്കലി ആണോ ക്യാരറ്റ് ആണോ കോളിഫ്ലവർ ആണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഒരു ഫുൾ മീലായിട്ട് ഈവനിങ് കഴിക്കേണ്ട ഒരു സാധനമാണിത്. വൈകുന്നേരത്തെ ഒരു ഡിന്നറിന് നമ്മൾ ഒത്തിരി മീറ്റും അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ചോറ് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഇഷ്ടപ്പെട്ട ഇത് ഫിഷ് ആണെങ്കിൽ ഫിഷ് ആക്കാം. പ്രോൺസിന് പകരം എന്ത് വേണം. പ്രോൺസിന് പകരം ഫിഷ്, ചിക്കൻ ചെയ്യാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ട്. പ്രോൺ എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വേഗത്തിൽ കുക്ക്. 5 മിനിറ്റ് 3 മിനിറ്റ് ഓരോരുത്തരുടെ ഇതാണ്. ഇതിപ്പോ ആ പിങ്ക് കളറിലോട്ട് മാറുന്ന സമയത്ത് തന്നെ ജസ്റ്റ് അതിന്റെ ജ്യൂസ്. അതെ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വീട്ടിലിങ്ങനെ ഗസ്റ്റ് വന്നപ്പോൾ ഇതുപോലെ പാൽക്കപ്പ, അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്കിംഗ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കും. നമ്മുടെ ചെമ്മീൻ ആൻഡ് ബ്രോക്കലി ഇത് റെഡി ആയിട്ടുണ്ട്. ബട്ടർ ഗാർലിക് ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മെയിൻ കോഴ്സ് ആയിട്ട് കഴിക്കാം. ഇത് നമുക്ക് ഇനി പ്ലേറ്റ് ചെയ്യാം.